മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും അതേപോലെ സ്റ്റോപ്പിംഗ് ടൈമിനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനും ഇവരെന്താണ് എന്ന് നോക്കാനാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, ഞാനിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് വണ്ടിയായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വണ്ടിയിൽ വന്നിട്ട് ഫ്രണ്ടിൽ ഒരാൾ കണ്ട സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എൻ്റെ വണ്ടി നിൽക്കുമോ? ഇല്ല, കുറച്ചുകൂടി ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, മുമ്പോട്ട് നീങ്ങും. അങ്ങനെ ഞാൻ ബ്രേക്ക് പിടിച്ചതിന് ശേഷം ആ വണ്ടി എത്രത്തോളം മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടോ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ബ്രേക്ക് പിടിച്ചത് എന്നല്ല പറയാ, മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുക. മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫോഴ്സ് ആണ്? റിട്ടാർഡിങ് ഫോഴ്സ് ആണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബോഡി ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി ആഫ്റ്റർ അപ്ലൈയിങ് റിട്ടാർഡിംഗ് ഫോഴ്സ്. റിട്ടാർഡിംഗ് ഫോഴ്സ് കൊടുത്തതിന് ശേഷം ആ ബോഡി എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതടാ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, എനിക്കൊന്ന് പറഞ്ഞു താടാ. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ y square is equal to u square plus 2as. ഓക്കെ, ഇതാണ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാറ് അല്ലെങ്കിൽ ബോഡി മുമ്പോട്ട് പോയി 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 ഫൈനലി ഈ കാർ എന്തിൽ വരുന്നുണ്ട്, റെസ്റ്റിൽ വരുന്നുണ്ട്. ഫൈനലി ഈ ബോഡി എന്തിൽ വരുന്നുണ്ട്, റെസ്റ്റിൽ വരുന്നുണ്ട്. ഫൈനലി ഈ ബോഡി റെസ്റ്റിൽ വരുവാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെടുക്കാം എടാ, 0 എടുക്കാം. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. എടാ മോനെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്ന് മാറ്റിയിട്ട് എഴുതിത്താ. അതാ കണ്ടോ 0 ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. നമ്മൾ കാണുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസിന്റെ ലെറ്റർ ഏതാണ്, എസ് ആണ്. എസിനുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. ഈ പ്ലസ് 2as ലെഫ്റ്റിലേക്ക് എടുത്താൽ എന്ത് വരും, -2as. -2as is equal to u സ്ക്വയർ. ഇനി ഈ 2a ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു ആണുള്ളത്, ഇവിടെ കിടക്കുന്നത് ഇൻറ്റു ആണ്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഡിവിഷൻ വരും. അതായത് s is equal to u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. അപ്പൊ മക്കൾ ചോദിക്കും, സാറേ ഇവിടെ ഒരു മൈനസ് ഇല്ലേ? മൈനസ് എടുക്കാത്തതിന്റെ കാരണം ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് വരില്ലടാ, നെഗറ്റീവ് വരില്ല. ഡിസ്റ്റൻസിന് എന്ത് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ടൈം. എടാ, സ്റ്റോപ്പിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് റിട്ടാർഡിംഗ് ഫോഴ്സ് കൊടുത്തതിന് ശേഷം അത് റെസ്റ്റിലേക്ക് വരാൻ എടുക്കുന്ന സമയം. അത് ഡിറൈവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. മോനെ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വേഗം പറഞ്ഞതാ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ y is equal to u plus at ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബോഡി ഫൈനലി എന്തിലേക്കാണ് വരുന്നത്, റെസ്റ്റിലേക്കാണ് വരുന്നത്. ഫൈനൽ വെലോസിറ്റി എന്താണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു താടാ. 0 is equal to u plus 80. ഈ പ്ലസ് 80 ലെഫ്റ്റിലേക്ക് എടുത്താൽ എന്ത് വരും, -80. -80 is equal to u. എടാ നമ്മൾ സ്റ്റോപ്പിംഗ് ടൈമിന്റെ ഇക്വേഷൻ ആണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ടിയുടെ ഇക്വേഷൻ മതി. t is equal to u by a എന്ന് വരും. ഇവിടെ ഇൻറ്റു ആണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മൈനസ് ഇല്ലേ? ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ടൈം എന്ത് വരില്ലടാ, നെഗറ്റീവ് വരില്ല. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഈ ഡെറിവേഷൻസ് പഠിക്കുക. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. അത് നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.